71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വില്ലേജ് ബോട്ട് ക്ലബിന്റെ വീയപുരം ചുണ്ടൻ ജേതാവ്. പുന്നമടയിലെ ഓളങ്ങൾക്ക് തീപിടിപ്പിച്ച മണിക്കൂറുകൾക്കൊടുവിൽ മൈക്രോ സെക്കൻഡുകൾക്കായിരുന്നു വീയപുരത്തിന്റെ വീരവിജയം. കഴിഞ്ഞ തവണ ഫൈനലിൽ പരാജയപ്പെട്ട VBCക്ക് ഇതൊരു മധുര പ്രതികാരം കൂടിയായി. ആവേശപ്പോരിൽ നടുഭാഗം ചുണ്ടൻ രണ്ടാമതെത്തിയപ്പോൾ പള്ളാത്തുരുത്തി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഗ്രാൻഡ് ഫിനാലെ ആരംഭിച്ചിരിക്കുന്നു. പുന്നമടയിൽ ഇനി കാണാൻ പോകുന്നത് തിരക്കഥയല്ല, ഇതുവരെ കണ്ടത് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. പുന്നമടയുടെ ഓളപ്പരപ്പിനെ തീപിടിപ്പിച്ച വേഗപ്പോരിൽ ആവേശം അണപൊട്ടി. കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡുകൾക്ക് വഴിമാറിയ ജലരാജ കിരീടം തുഴഞ്ഞു നേടി കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ മധുര പ്രതികാരം. പുതിയ ജലരാജന്റെ പട്ടാഭിഷേകം. ഹീറ്റ്സിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷ് ചെയ്ത നടുഭാഗം, നിരണം, മേൽപ്പാടം, വീയപുരം ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിൽ വേഗ പോരാട്ടത്തിനിറങ്ങിയത്. ചുണ്ടന്മാർ ജലജറ്റുകളായ കാണികളുടെ സിരകളിൽ തീ കോരിയിട്ട ഉശിരൻ പോരാട്ടം. നെപ്പോളിയനും വില്ലിംഗ്ടണും ഏറ്റുമുട്ടിയ വാട്ടർലി യുദ്ധം പോലെ മേൽപ്പാടവും നിരണവും നടുഭാഗവും വീയപുരവും തമ്മിൽ പൊരിഞ്ഞു പോരാടുന്നു. 1-ൽ വീയപുരം മേൽപ്പാടം, 2-ൽ നിരണം, 3-ൽ നടുഭാഗം, 4-ൽ വീയപുരം. ഒരുപോലെ ഒപ്പത്തിനൊപ്പം ഇഞ്ചു വിടാതെ ആരാണ് മുൻപിൽ ചോദ്യങ്ങൾ ഏറെയാണ്. ഇതാ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വീയപുരം ചുണ്ടൻ മിനിറ്റുകൾക്കുള്ളിലാണ് ഓളപ്പരപ്പിനെ ചാട്ടുളി പോലെ കീറി മുറിച്ച് ഫിനിഷിംഗ് ലൈൻ കടന്നത്. ഇതാ വിജയത്തിന്റെ വിജയഗാഥരയിക്കുന്നവര്, ഓളപ്പരപ്പിലേക്ക് ഇടിനാദം പോലെ കടന്നു പോകുന്നവര്, അങ്ങനെ ആവേശത്തിന്റെ തിരമാലകള് ആർപ്പവിളിയുടെ താളത്തില് ആവേശത്തിന്റെ ഉൾക്കരുത്തില് കടന്നു പോകുന്നു. മേൽപ്പാടവും നിരണവും നടുഭാഗവും വീയപുരവും കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം. 100% ഉറപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഈ കാവ്യനീതി എന്ന് പറഞ്ഞത് തുടക്കം തൊട്ട് അവസാനം വരെ ഞങ്ങൾ ഒരേ മനസ്സോടാണ്. ചാക്കോ സാർ, ഞങ്ങളുടെ കോച്ചിന്, ഞങ്ങളുടെ ടീമിന്. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ 2ാം സ്ഥാനത്ത്. ഡബിൾ ഹാട്രിക് ലക്ഷ്യമിട്ടെത്തിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ 3ാം സ്ഥാനത്തായി. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് BBC പണ്ഡിറ്റ് നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളിക്കപ്പിൽ മുത്തമിടുന്നത്. ഞങ്ങൾക്ക് കപ്പിനും ചുണ്ടനും ഇടയിൽ നഷ്ടപ്പെട്ടൊന്നല്ല, ഞങ്ങൾ നേടിയെടുത്ത വിജയം പോരാടി നേടിയെടുത്ത് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ സങ്കടപ്പെട്ട് കുനിഞ്ഞിരുന്നില്ല. ഞങ്ങളുടെ ഉള്ളിൽ ഒരു കനലുണ്ടായിരുന്നു, അത് അഗ്നിയായി ഞങ്ങൾ ജ്വലിപ്പിച്ചു. ആ പോരാട്ടം ഞങ്ങൾ തുടർന്നു. 1 വർഷം ഞങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു. അത് പുന്നമടക്കായലിൻ്റെ കുഞ്ഞോളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഞങ്ങളുടെ വീയപുരം ഞണ്ടപ്പം വന്നപ്പം മനസ്സിലായി, ആ അഗ്നിയെ ജ്വലിപ്പിച്ച ഊർജ്ജത്തിലാണ് ഞങ്ങൾ ചിറകിലേറി വന്നത്. അതാണ് ഞങ്ങളുടെ വിജയം. ഞങ്ങൾക്ക് ഇരട്ടി സന്തോഷമാണ്. നിഷേധിക്കപ്പെട്ടത് തിരിച്ചു പിടിച്ചു. ലോകത്തിന് മുമ്പ് ഞങ്ങൾ കാണിച്ചു കൊടുത്തു, കഴിഞ്ഞ വർഷവും യഥാർത്ഥ വിജയികൾ ഞങ്ങളായിരുന്നു എന്ന്. ഇപ്പോൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ കൊല്ലത്തെ കിരീടനഷ്ടം സാങ്കേതികമായിരുന്നുവെങ്കിൽ ഇത് ആധികാരിക വിജയമെന്ന് ഉന്മാദത്തോളം എത്തിയ സന്തോഷത്തിൽ ആരാധകർ. കഴിഞ്ഞ കൊല്ലം ഞങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ച വിജയം ഞങ്ങളെ വില്ലേജിലെ പിള്ളേർ, വില്ലേജ് കൈനേരിയുടെ കുഞ്ഞുങ്ങളെ കൈക്കരുത്തുകൊണ്ട് തിരിച്ചു മേടിച്ചു തന്നു. വീയപുരം ചുണ്ടൻ നഷ്ടപ്പെട്ട വിജയം അവർ കൈക്കരുത്തുകൊണ്ട് തിരിച്ചു വിളിച്ചു തന്നു. ഫലപ്രഖ്യാപനത്തെക്കുറിച്ചുള്ള പരാതികൾ ഒഴിവാക്കാൻ ഇത്തവണ വെർച്വൽ ലൈനോടുകൂടിയ ഫിനിഷിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത് വിധി നിർണയം അതിവേഗമാക്കി. ഫൈനലിലെത്തിയ നടുഭാഗം ചുണ്ടനിൽ ഇതര സംസ്ഥാന തുഴക്കാർ കൂടുതലാണെന്ന പരാതിയുമായി UBCയും PBCയും നേരത്തെ എത്തിയിരുന്നു. തലവടി ചുണ്ടൻ തുഴഞ്ഞ UBC കൈനഗിരി ലൂസേഴ്സ് ഫൈനലിൽ നിന്ന് പിന്മാറിയതും വിവാദമായേക്കും. അക്ഷരാർത്ഥത്തിൽ പുന്നമടയുടെ ഓളപ്പരപ്പിനെ തീ പിടിപ്പിച്ച മത്സരമായിരുന്നു നടന്നത്. എന്തൊരു ഉത്സാഹം, എന്തൊരു ഉന്മേഷം, എന്തൊരു മത്സരം, എന്തൊരു ഫോട്ടോ ഫിനിഷ്. വീയപുരം മധുര പ്രതികാരം ചെയ്തിരിക്കുന്നു. പുന്നമടയിൽ നിന്ന് ടീം ന്യൂസ് മലയാളം.